ആര് വന്നാലാണ് പറ്റുക? ആരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പോകേണ്ടത്? ചോദിച്ചോളൂ. പറഞ്ഞോ. ഒരു സ്ത്രീ ശബ്ദം, നാരി ശക്തി, പ്ലീസ്. നിർബന്ധമായും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ ശൈലജ ടീച്ചർ വരണം. അത് അത്യാവശ്യമാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു റാലി നടത്തിയത്. അപ്പോ കോൺഗ്രസിന്, ഈ നാട്ടിലുള്ള സാധാരണക്കാര് എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? എന്ത് വിശ്വസിച്ച് സാധാരണക്കാര് അല്ലെ? അത് തൊഴിലുറപ്പ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യത്തിൽ ഈണം വെച്ചങ്ങ് വിളിച്ചതല്ലേ ഉള്ളൂ. കരുതിക്കുട്ടി വിളിച്ചതാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? കരുതുകൂട്ടി തന്നെ വിളിച്ചതാണ്. ആണോ? തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു മുദ്രാവാക്യം. ആണോ? എന്താ നിലപാട്? വടകര മണ്ഡലത്തിലെ രാഷ്ട്രീയം എന്താ? പറഞ്ഞാട്ടെ, മുമ്പോട്ട് വന്ന് പറഞ്ഞാട്ടെ. തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ച് തന്നെയാണ് ആ ഒരു പ്രകടനം അവിടെ നടന്നിട്ടുള്ളത്. കാരണം BJP-യിലെ സ്ത്രീകളും UDF-ലെ സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാരാണ് ഈ തൊഴിലുറപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വീടിനകത്തേക്ക് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ആ തരത്തിലേക്കുള്ള ഒരു പ്രകടനം എന്നുള്ള രീതിക്കകത്തേക്ക് വിളിച്ചിട്ടുള്ളത്. നമുക്ക് അതിന് മറുപടികൾ കൂടി കേട്ടുവരാം. ഒരു ചോദ്യം കൂടി, ഒരു ഉത്തരം കൂടി. എനിക്ക് കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോ CPM-ന്റെ പ്രധാന പ്രവർത്തകന്മാരാണ് ബോംബ് പൊട്ടി മരിച്ചത്. പ്രധാന പ്രവർത്തകന്മാർ മരിച്ചു. ശൈലജ ടീച്ചറെ കൂടെ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ആ മരണം സംഭവിച്ചപ്പോ ഈ CPM-ന്റെ ആളുകൾ പറഞ്ഞത് യാതൊരു ബന്ധവുമില്ല പാർട്ടിയുമായിട്ടിരുന്നു. ഈ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം ആ മരിച്ചാൽ യാതൊരു ബന്ധവും പാർട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പാർട്ടിയെ ഒറ്റപ്പെടുത്തുക. അപ്പൊ അതിന് ശേഷമാണ് ഈ ഷാഫി പറമ്പിലിന്റെ ഒരു പരിപാടി നടക്കുന്ന അതിന്റെ തലേ ദിവസമാണ് അവിടെ ബോംബ് ഉണ്ടാക്കുന്നത്. ആ ബോംബ് പൊട്ടിച്ച് ഷാഫിയെ കൊല്ലാനുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനൊന്നുമില്ല കേട്ടോ. ഷാഫിയെ കൊല്ലാനുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് ചോദ്യങ്ങൾക്കുള്ള മറുപടികളിലേക്ക് വരാം. നേരെ രാഹുൽ രാജിൽ തുടങ്ങാം. രാഹുൽ രാജ്, നോക്കൂ, വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്കാണ് ചർച്ച വരുന്നതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ നാദാപുരം മണ്ഡലത്തിന്റെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചോ നിങ്ങൾ. മാമ്പിലാക്കൂൽ വെച്ച് രണ്ടുപേർ നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ബോംബ് പൊട്ടി മരിച്ചത് മമ്മുവും ബഷീറുമാണ്. രണ്ടുപേരും കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. കോൺഗ്രസുകാർ ബോംബ് നിർമ്മിക്കുമ്പോഴാണ് രണ്ടുപേർ നാദാപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത്. ഇനി അക്രമ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നോക്കൂ, മൊയാരത്ത് ശങ്കരൻ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യനാണ്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യനെ കൊലപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത്. മധുവിനെ, ലാൽജിയെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി കൊലപ്പെടുത്തിയതിന്റെ ചരിത്രമാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയമല്ല, മറിച്ച് സ്ഥായിയായ ജനങ്ങളെ ബാധിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അവിടെ പ്രധാനപ്പെട്ടത് ഈ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നമാണ്. UDF പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറക്കുന്നു എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതല്ല. ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കുക എന്താണ് പ്രശ്നം? ഭീഷണിപ്പെടുത്തി ഇറക്കുന്നതിനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരോട് പറയാന്ന്, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയാൽ ഇറങ്ങി വരുന്നവരാണെന്ന് പറഞ്ഞ് അപമാനിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളൊരു തൊഴിലാളിയെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പേര് ലിസി, പേരാമ്പ്രയാണ് പേരാമ്പ്ര സ്വദേശിയ ലിസിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ചെരുപ്പ് കുത്തിയാണ്. 10 രൂപയും 20 രൂപയും കിട്ടുന്ന ചെരുപ്പ് കുത്തിയ പണം വെച്ച് 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത രാഷ്ട്രീയ ബോധ്യമുള്ള തൊഴിലാളി. ആ തൊഴിലാളിയാണ് വടകരയിലെ തൊഴിലുറപ്പ് തൊഴിലാളി. അവർ ശൈലജ ടീച്ചറുടെ പ്രകടനത്തിൽ ഇറങ്ങും. അതിനെ അപമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വടകരയിലെ മനുഷ്യർ നൽകും. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ഒറ്റ ചോദ്യത്തിന് മാത്രം മറുപടി, അതിനുശേഷം ഞാൻ മറ്റു വിഷയങ്ങൾ